ഹലോ എവരിവൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആഡ് എന്ന് പറയുന്നത് ജോർജിയയിൽ പോയി പഠിക്കാം, അൽബേനിയ പോയി പഠിക്കാം. അപ്പോൾ ജോർജിയയിലും അൽബേനിയയും പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാം, എവിടെ പോയിട്ട് വേണമെങ്കിലും നമുക്ക് നേഴ്സിംഗ് പഠിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ ജോർജിയയ്ക്ക് പോകാമെന്നും അതുമാതിരി തന്നെ അൽബേനിയ പോയി പഠിക്കുക എന്ന് പറയുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യണ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു യൂറോപ്യൻ രാജ്യം ആണ്. പിന്നെയെന്ന് പറയാന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. ശരിയാണ്, ഇതൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഏറ്റവും വലിയ വാഗ്ദാനം പറയണത് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടെന്നാണ്. പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് എത്രയാണ് ഇൻറ്റേൺഷിപ്പ് എമൗണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് കൂടാതെ ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പ് 3 മാസം ജർമ്മനിയിൽ, കുറച്ച് 4 മാസം അല്ലെങ്കിൽ 6 മാസം ഇറ്റലിയിൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യണമെന്ന് പറയുന്നത്. ശരി, ആ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്തു. പക്ഷേ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് 100% ജോലി കിട്ടുമോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. പിന്നെ അതുമാതിരി തന്നെ ഈ ഏജൻസികൾ ഓഫർ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയാൻ വെച്ചാൽ ഇവർക്ക് പഠനത്തിനോടൊപ്പം തന്നെ സിലബസിൽ ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജും ഓഫർ ചെയ്യേണ്ടതെന്ന്. അതെന്തിനാണ് ഓഫർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സ്റ്റുഡൻസ് ഈ ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാം. അത് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലാണ് ആ രാജ്യത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയാന്ന് വെച്ചാൽ ഈ നമ്മളൊരു കോഴ്സിൻ്റെ ഒപ്പം പഠിപ്പിക്കണം ജർമ്മൻ ലാംഗ്വേജ്. അത് ഒരു B2 വരെ നമുക്ക് പഠിക്കണമെങ്കിൽ നാട്ടിൽ ഒരു 8 മാസം സമയം വേണം. അപ്പോൾ ആ 8 മാസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് 3 വർഷമായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് തരുന്നത്. ആ ഒരു ക്ലാസ് പോലും നിങ്ങൾ കൃത്യമായിട്ട് വിടാതെ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഈ ജർമ്മൻ ലാംഗ്വേജോ ഇറ്റാലിയൻ ലാംഗ്വേജോ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് മനസ്സിലാക്കാൻ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ നേഴ്സുമാരാണെങ്കിലും ഈ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ജർമ്മനി പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന, ഇറ്റലി പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇവർക്കും ഈ പറയണമാതിരി നാട്ടിൽ നിന്ന് ഈ പറയണമാതിരി ജോബിനാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പാസ്സാവണം. അതേമാതിരി തന്നെ പഠിക്കാൻ പോകാനാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പാസ്സാവണം. ഈ B2ൻ്റെ എക്സാംസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫുള്ള ഒരു കാര്യമാണ്. 8 മാസം ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യും വേണം. അറ്റൻഡ് ചെയ്ത ശേഷം എക്സാം എഴുതി കഴിഞ്ഞാൽ മിക്ക സ്റ്റുഡൻസും ഫെയിൽ ആവുകയാണ് പതിവ്, 1 മാർക്കിനും 2 മാർക്കിനും. അപ്പോൾ ഈ 4 സബ്ജക്റ്റ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റിലും ഭൂരിഭാഗം സ്റ്റുഡൻസും ഫസ്റ്റ് ചാൻസിൽ പാസ്സാവാറില്ല. നമ്മളൊന്ന് ഒരു 10 സ്റ്റുഡൻസ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ 10 പേരും തോറ്റിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റെങ്കിലും ചിലപ്പോൾ ജയിച്ചു, 2 ജയിച്ചു അല്ലെങ്കിൽ 1 ജയിച്ചു എന്ന് പറയാൻ നമുക്ക് കാണാം. ഇതാണ് കറൻറ്റ് ഒരു സിറ്റുവേഷൻ ഈ ഭാഷാ എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ജർമ്മനിക്ക് പോവാം അല്ലെങ്കിൽ ഇറ്റലിക്ക് പോവാം എന്ന് പ്ലാൻ ചെയ്യണ സ്റ്റുഡൻസ് അത് അപ്പാടെ സ്വപ്നം കണ്ടിട്ട് ഒരിക്കലും പോകരുത്. അതാണ് എനിക്കിവിടെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ജർമ്മനി പോലുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അഡ്മിഷൻ എടുത്ത് അതിന് വേണ്ടി സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപ ചിലവില്ലാതെ ഈ പറഞ്ഞ ജർമ്മനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറ്റലിയിലൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് ജർമ്മനിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അൽബേനിയയിൽ പോവുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ജോർജിയയിൽ പോവുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു സെമസ്റ്റർ ഫീസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീസ് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. പക്ഷേ ജർമ്മനിയിൽ പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഈ കോഴ്സ് ചെയ്യുമ്പോൾ എല്ലാ മാസവും നമുക്ക് ഇങ്ങോട്ട് 1 ലക്ഷം വീതം സ്റ്റൈപ്പൻഡ് കിട്ടും. നിങ്ങളുടെ ചിലവിനുള്ള പൈസ കണ്ടെത്താൻ വേറെ പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും പിള്ളേരെ വിദേശ രാജ്യത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഇല്ല. പാർട്ട് ടൈം ജോബ് കിട്ടും, പക്ഷേ ആ പാർട്ട് ടൈം ജോബ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് അവരുടെ ലിവിങ് എക്സ്പെൻസും അതേമാതിരി അക്കോമഡേഷനും ട്യൂഷൻ ഫീസ് അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം അവിടുത്തെ ഇപ്പോൾ ജോർജിയയിലത്തെ 1 രൂപയുടെ മൂല്യം ഇന്ത്യയിൽ എത്ര രൂപയുണ്ട്, അതേമാതിരി തന്നെ അൽബേനിയയിലത്തെ 1 രൂപ ഇന്ത്യയിൽ എത്ര രൂപയാണെന്നും കൂടി നിങ്ങളൊന്ന് ആ വാല്യൂസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം സിറ്റുവേഷൻ മനസ്സിലാവും. അപ്പോൾ അൽബേനിയയിൽ ചെന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം
ഈ പറയണ എടുത്ത് ചാടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകാൻ. അതല്ലെങ്കിൽ ഈ സെയിം ഫീസിന് നമുക്ക് നാട്ടിലാണെങ്കിലും പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ലാംഗ്വേജ് പാസ്സായ ശേഷം ജർമ്മനിയിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം. നിങ്ങൾക്ക് അൽബേനിയ പഠിച്ച സ്റ്റുഡൻസിന് വേണമെങ്കിൽ UK-ലേക്കും പോവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കും പോവാം, ന്യൂസിലൻഡിലേക്കും പോവാം, US-ലേക്കും പോവാം. പക്ഷേ എന്താണ് അതത് കൺട്രിയുടെ റിക്വയർമെൻറ്റ്സ് നേഴ്സിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും. താങ്ക് യു.